എൻ്റെ പേര് ജൊഹാൻ ജിയോ മാത്യു. ഞാൻ എടപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ പ്ലെയർ ആവണം, വീട്ടുകാരെയൊക്കെ നോക്കണം, അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു സ്വപ്നം. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പപ്പ ഫുട്ബോൾ വാങ്ങിത്തരുന്നത്. ചേട്ടൻ്റെ ഒപ്പം കളിക്കാനൊക്കെ പോകും, വലിയ ചേട്ടന്മാരുടെ ഒപ്പം കളിക്കാൻ പോയായിരുന്നു. അതിനാണ് തുടക്കം. 5ാം ക്ലാസ്സിലാണ് ഫസ്റ്റ് ക്ലബിൽ പോയി തുടങ്ങിയത്. ഒരു 3 വർഷത്തോളം അവനെൻ്റെ ക്ലബ്ബിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നല്ല ഒരു പ്ലേ മേക്കറാണ് ആൾ. നല്ല നല്ല ഡിസിഷൻസ് കളിയിലടക്കം ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയറാണ്. അതുകൊണ്ടാണ് അവൻ ഈ സൂപ്പർ ലീഗിൻ്റെ ഒരു ട്രയൽസിലും കാര്യങ്ങളിലൊക്കെ അവൻ അച്ചീവ് ചെയ്ത് ഈ ലെവലിലോട്ട് അവൻ വന്നത്. ഫാമിലിയിൽ നല്ല സപ്പോർട്ടായിരുന്നു. പപ്പയും മമ്മിയും അച്ഛനും പിന്നെ കുടുംബക്കാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ജോഹാൻ കുഞ്ഞായിരുന്നപ്പോൾ തുടങ്ങി നമ്മൾ TV ഒക്കെ വെക്കുമ്പം ഫുട്ബോള് കാണാനും ആ കളി കാണാനും അത് ഭയങ്കര ശ്രദ്ധയോടുകൂടി നോക്കിയിരിക്കുമായിരുന്നു. പിന്നെ അവൻ്റെ പപ്പയാണെങ്കിലും ഫുട്ബോളിൽ അവൻ നന്നായിട്ട് കളിക്കുമായിരുന്നു. അപ്പോൾ നല്ലൊരു കരിയറിലോട്ട് എത്താഞ്ഞത് കൊണ്ട് ഈ പിള്ളേരെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എപ്പോൾ ചോദിച്ചാലും ഞാനൊരു ഫുട്ബോൾ പ്ലെയർ ആകുന്നായിരുന്നു കുഞ്ഞുനാൾ മുതലേ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അവൻ്റെ പാഷൻ അതാണെന്ന് നമുക്ക് അങ്ങനെയാണ് തിരിച്ചറിയാനായിട്ട് പറ്റിയത്. അപ്പോൾ കളിച്ചു വളരുന്നതിനും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് പാരൻസിൻ്റെ തന്നെയാണ് കിട്ടേണ്ടത്. അവന് കളിക്കാനും ഒരാഗ്രഹം ഉള്ളത് തന്നെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയതാണ്. അവൻ നല്ലോണം കളിക്കുന്നതും മിഡ്ഫീൽഡിൽ നല്ല സ്പേസസ് ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്യുന്നതും നല്ല പാസ് ചെയ്യുന്നതും ഷൂട്ട് ചെയ്യുന്നതും അവൻ ഏത് പൊസിഷനിലും അവൻ കളിച്ച് നല്ലോണം ഗോൾ നേടാൻ ഇതാക്കും. എൻ്റെ ചേട്ടനാണ് ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോയാൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇതിലേക്ക് വിട്ടത്. ചേട്ടനും പപ്പയായിരുന്നു, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അവർക്ക്. അവൻ പണ്ട് മുതൽ എൻ്റെ കൂടെ കളിക്കാൻ വരുമായിരുന്നു. ചെറുപ്പം മുതൽ ഞങ്ങൾ ചെറുപ്പം മുതലൂടെ പാടത്തും മലയിലൊക്കെ കളിക്കാൻ പോയായിരുന്നു. അന്നേരം അവനെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അവൻ അന്നേരം കളിക്കുമായിരുന്നു അത്യാവശ്യം നന്നായിട്ട്. ഞാനൊരു ട്രയൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു സൂപ്പർ ലീഗ് കേരളയുടെ. അപ്പോൾ പെട്ടെന്നൊരു കോൾ വന്നു. അത് ഒരു ദിവസം രാത്രിയിൽ ഞങ്ങൾ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു രാത്രിയിൽ പെട്ടെന്ന് എനിക്കൊരു കോൾ വരുന്നത്. പെട്ടെന്ന് ഭയങ്കര സന്തോഷമായി. പപ്പ സംസാരിച്ച് കോള് കഴിഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു ഒരു ലോട്ടറി അടിച്ചിട്ടുണ്ട്, ഒരു സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് സൂപ്പർ ലീഗ് കേരളയുടെ. ആൻഡ്രസ് ഇനിയസ്റ്റയുടെ ഒരു ട്രയൽസ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സ്പെയിനിലുള്ള ബാർസയിലൊക്കെ വലിയ പ്ലെയറാണ്. നമുക്ക് കഴിയാത്തത് മക്കളിലൂടെ ലഭിക്കുമ്പോൾ ജോൻ്റെ ഫാദർ എൻ്റെ ബ്രദറാണ്, ഇളയ ബ്രദറാണ്. അപ്പം ഞങ്ങൾ 4 പേരാണ്. അപ്പോൾ അവന് ചെറുപ്പത്തിലെ തന്നെ നല്ല ഫുട്ബോൾ കളിക്കാരനാണ്. സ്കൂളിൻ്റെ ഒരു ഗ്രൗണ്ടുണ്ട്, ഞങ്ങളുടെ സ്കൂളിനടുത്താണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ആ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ അവർ നല്ല കളിയൊക്കെ കളിച്ചിട്ട് വരും. നല്ല താല്പര്യമായിരുന്നു. അപ്പോൾ അവൻ്റെ മക്കൾ ഇതുപോലെ തന്നെ വരുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. പിന്നെ ചെറുപ്പത്തിലെ ഫുട്ബോൾകാരനായിരുന്നു. ഞാൻ കളിക്കാൻ പോകുമ്പോൾ ഞാൻ പറയും കളിക്കണ്ടെന്ന്, പഠിച്ചോളാൻ പറയും. അപ്പോൾ അവൻ്റെ മോൻ കളിക്കാരനായി നന്നായി വരും. പണ്ട് ഞാൻ കളിച്ചോണ്ടിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാടായിരുന്നു സ്വദേശം. അവിടെ ഭാവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയുന്നൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. അപ്പം അതിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ കൂട്ടുകാരൊക്കെ ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ അവൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ടപ്പം എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. ഞാൻ 8th പഠിക്കുമ്പോഴായിരുന്നു ഷാലറ്റ് എന്ന് പറഞ്ഞ ടീച്ചർ ഞങ്ങൾക്ക് ക്ലാസ് ടീച്ചറായിരുന്നു. ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെയൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ആ ടീച്ചർ. 10Bയിൽ ഈ ക്ലാസ്സിലാണ് അവൻ ലാസ്റ്റ് ഇരുന്നത്. ജൊഹാനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ഹാപ്പി ഫേസ്, എപ്പോഴും ഒരു ഹാപ്പി ഫേസ് ആണ്. കോർഡിനേറ്റിംഗ് പവറുള്ളൊരു കൊച്ച്, ഫ്രണ്ട്ഷിപ്പിന് കുറേ വാല്യൂ കൊടുക്കുന്ന ഒരു കുട്ടി. സ്കൂളിൽ ഞങ്ങൾക്ക് അഭിമാനമാണ്, സന്തോഷമാണ്. ഞങ്ങളുടെ ഒരു കുട്ടി ഇങ്ങനെ അക്കാഡമിയിലേക്ക് സെലക്ഷനൊക്കെ കിട്ടിയത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ള കാര്യം തന്നെയാണ്. അവനെ ഏറെ അനുബോധിക്കുന്നു. അതെ, നമ്മൾ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ജൊഹാന് ഈ പറഞ്ഞോണം ഒരു സെലക്ഷൻ കിട്ടിയത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും, ടീച്ചേഴ്സിനായാലും ഞങ്ങളുടെ ഫുട്ബോൾ ടീമിനായാലും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. സാധാരണ കളിച്ചേർന്നാൽ രക്ഷപ്പെടില്ല അങ്ങനെയൊക്കെ ഓരോരുത്തർ പറയും. പക്ഷേ ടീച്ചർ അങ്ങനെയല്ലായിരുന്നു. ടീച്ചർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. കളിച്ചാൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് കളിച്ചാൽ എവിടെയെങ്കിലും രക്ഷപ്പെടാമെന്നൊക്കെ ടീച്ചർ പറഞ്ഞു. ജിയോനെ അറിയില്ല, ഏറ്റവും സ്മാർട്ടായ കുട്ടിയാണ് ഞങ്ങളുടെ ഈ പുക്കാട്ടുപടി പാലാഞ്ചേരി മുകളിൽ.
ഏറ്റവും സ്മാർട്ടായിട്ടുള്ളത്. സാധാരണ കുട്ടികളൊക്കെ ട്യൂഷനും അതിനൊക്കെ പോകുമ്പോൾ ഇവൻ എപ്പോഴും കളിക്കുകയാണ്, ആദ്യം തന്നെ കളിയാണ് അവന്. ഞങ്ങൾ പ്രായമുള്ളവരൊക്കെ ഞങ്ങൾ കളി കാണാൻ പോകും, ഞങ്ങൾ എടുക്കുക അവരുടെ കൂടെ. പിള്ളേർ കുറയുമ്പോൾ ഞങ്ങൾ ഇറങ്ങി കളിക്കാറും മറ്റെല്ലാ കാര്യങ്ങളും എൻ്റെ കൂടെ ചെയ്യാറുണ്ട്. ജിയോ ഒക്കെ നല്ല കളിക്കാനാണ്. ജിയോനൊക്കെ നമ്മളെയൊക്കെ ഭയങ്കര സ്പീഡിൽ കളിക്കുന്ന പയ്യനാണ്. മലേഷ്യയിൽ കളിക്കുക കേൾക്കണം, ഞങ്ങൾക്കൊക്കെ സന്തോഷം, നാടിൻ്റെ അഭിമാനമാണല്ലോ. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ ഈ എറണാകുളത്തൊക്കെ കളിച്ച് ഒരു ഇതിൽ വരുമ്പോൾ എനിക്ക് മലേഷ്യയിൽ ഇനി ആൻഡ്രസ് യുണൈറ്റഡ് ഒരു ക്ലബിലേക്ക് പോകാമെന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സൂപ്പർ ലീഗ് വഴി എനിക്കത് കിട്ടിയത്. സൂപ്പർ ലീഗിനോട് ഞാൻ നന്ദി പറയുന്നു.